HP എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായാണ്, ഹോം തിയേറ്റർ. നമുക്ക് ഒരു ഹോം തിയേറ്റർ എങ്ങനെ സർവീസ് ചെയ്തെടുക്കാം എന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്കൊരു ഹോം തിയേറ്റർ കിട്ടിയിരുന്നു സർവീസ് ചെയ്യാൻ. അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്തത് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇന്ന് സർവീസ് ചെയ്യാൻ കിട്ടിയ ഹോം തിയേറ്റർ, സെബ്രോണിക്സിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർ പറഞ്ഞത് ഒരു നോയ്സ് സൗണ്ട് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ നോയ്സ് സൗണ്ട്, അതുപോലെ തന്നെ സബിന് ടെറർ സൗണ്ടാണ് വരുന്നത്, ഒരു ഹമ്മിങ് സൗണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹോം തിയേറ്ററിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ മെയിൻ ബോർഡ് വരുന്നത്, ആംപ്ലിഫയർ ബോർഡ് വരുന്നത് ഇവിടെയാണ്. ഇത് സബിൻ്റെ ആണ്. അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് റൈറ്റ് IC ആണ്. ഇതിൽ 2030 അല്ലെങ്കിൽ 2050 IC ആണ് ഇതിൽ വരാറ്. അപ്പോൾ ഈ ഒരു മോഡലിൽ അധികം നോയ്സ് പ്രശ്നം വരുന്നത് ഇതിൽ കാണുന്ന പോളിസ്റ്റർ കപ്പാസിറ്റർ കൊണ്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ IC ആണ്. ICക്ക് കംപ്ലൈൻറ്റ് വന്നാൽ ചെറിയ നോയ്സ് വരാറുണ്ട്. അപ്പം എങ്ങനെയാണ്, എനിക്ക് ഇതിൽ ലെഫ്റ്റ് സൈഡിൽ നോയ്സ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഒരു സെൻട്രലിൽ അതുപോലെ അല്ലെങ്കിൽ ഒരു റൈറ്റ് സൈഡിൽ IC ആണ് പോവാറ്. ലെഫ്റ്റും റൈറ്റും അങ്ങനെയാണ് ഇതിൽ വരുന്നത്. സബിൻ്റെ വരുന്നത് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്തുള്ള IC ആണ് സബ് വരുന്നത്. അതൊക്കെ ഒരേ നമ്പർ തന്നെയാണ്, പക്ഷേങ്കിൽ അതിൻ്റെ കംപ്ലൈൻറ്റും കൊണ്ടും ടെറർ സൗണ്ട് വരാം, ഹമ്മിങ് വരാം, എല്ലാം വരാം. അതുപോലെ തന്നെ ഈ മെയിൻ ഫിൽട്ടർ കപ്പാസിറ്ററിൻ്റെ പ്രശ്നം കൊണ്ടും വരാറുണ്ട്. അപ്പോൾ അടുത്ത കംപ്ലൈൻറ്റ്, ഈ കാണുന്ന 8 ലെഗുള്ള IC കംപ്ലൈൻറ്റ് വന്നാൽ ബാസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമ്മൾ സബ് വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടാവും, ഒരു നല്ല ക്ലിയർ സൗണ്ട് ഉണ്ടാവില്ല, ഒരു ടെറർ എന്നുള്ള സൗണ്ട് ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു സൗണ്ടിനും ഈ ഒരു IC പോയാലും ഈ ഒരു സൗണ്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു IC പോയാലും 2030 അല്ലെങ്കിൽ 2050 ഈ ഒരു IC പോയാലും ആ ഒരു കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഈ ഒരു ICൻ്റെ നമ്പർ ഇതിൽ നമുക്ക് IC വരുന്നത് 4558 ICൻ്റെ നമ്പർ വരുന്നത് 4558. അപ്പോൾ ഈ ഒരു IC മാറി നോക്കിയാൽ ഒരുവിധമൊക്കെ സോൾവ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെ ഈ ഒരു ICക്ക് ഈക്വാലൻ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് 5532 എന്ന് പറഞ്ഞ IC ഈ ഒരു ICക്ക് ഈക്വാലൻ്റ് ആണ്. അപ്പോൾ ഈ ICൻ്റെ ഈക്വാലൻ്റ് ആണ് ഈ കാണുന്നത്. നമുക്ക് D4558 ഉപയോഗിക്കാം. ഇതിലുള്ള ആദ്യമുള്ള IC F4558 ആണ്. അപ്പോൾ അതിൻ്റെ ഈക്വാലൻ്റ് ആണ് D4558. അപ്പോൾ തന്നെ NE5532, LM158, LM358, LM4558, അതുപോലെ തന്നെ TL0712L, LM2904. ഇതൊക്കെ ഇതിൻ്റെ ഈക്വലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 4558 കിട്ടിയില്ലെങ്കിൽ NE5532 ഒക്കെ യൂസ് ചെയ്യുക, ഇട്ട് നോക്കാം. അതുപോലെ തന്നെ TL072 ഒക്കെ നല്ല IC ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ മുൻഭാഗത്തെ ഈ ബാസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു വയറബിൾ റെസിസ്റ്റൻസ് പോയാലും ബാസ് ഉണ്ടാവില്ല. ഓക്കെ, സൗണ്ട് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു നമ്മൾ ഈ വേരിയബിൾ റെസിസ്റ്റൻസിൻ്റെ പ്രശ്നം കൊണ്ടും ഈ നോബ് വോളിയം കൺട്രോളറിൻ്റെ പ്രശ്നം കൊണ്ടും വരാം. അപ്പോൾ എനിക്ക് ഇതിൽ വന്ന കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഈ IC പോയിരുന്നു, 4558 എന്ന് പറഞ്ഞ IC കംപ്ലൈൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു നോയ്സ് ഉണ്ടായിരുന്നു ലെഫ്റ്റിന്. അപ്പോൾ നമ്മൾ ഈ IC 2030 IC മാറ്റിയിട്ടു. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഓണാക്കി, നല്ലോണം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സബ്. ഓക്കെ,
ബോർഡിലാണ് നമ്മൾ കണക്ട് ചെയ്തത്, സീരീസ് ബോർഡിലാണ് കണക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.